ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, താൻ എന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്, കാഴ്ചകളൊന്നും കാണുന്നില്ല എന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ കാഴ്ച ഇവിടെയാണുള്ളതെന്ന്. പെട്ടെന്ന് അവിടേക്ക് ഒരു പ്രായമുള്ള മനുഷ്യൻ വരികയാണ്. അയാൾ സന്യാസിയെ പോലെ ഉണ്ടായിരുന്നു. അയാൾ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കാഴ്ച കാണാൻ വന്നതല്ലേ എന്നൊക്കെ. ഇവിടുത്തെ കാടിന്റെ ദൈവം അവിടെയുണ്ട്, അവിടെ പോയി കാണിക്ക ഇട്ടിട്ട് വേണം പോകാനെന്നൊക്കെ പറയുന്നു. ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കാട്ടിലെ കാഴ്ചകൾ കാണുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ ശാലിനിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ തട്ടിപ്പാണെന്ന്, നമുക്കിതൊന്നും കേട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു. ശാലിനി പക്ഷെ കാണിക്കയിടാമെന്ന് പറയുന്നുണ്ട്. വിഷ്ണു സമ്മതിക്കുന്നില്ല. കേറാനെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റുകയാണ്. വിഷ്ണു ശാലിനിയും കുട്ടികളുമായിട്ട് കാറ് വിട്ടു പോകുന്നുണ്ട്. അവർ പോയതിനു ശേഷം ആ സന്യാസി പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്നത് ശരിയായ രീതിയിലല്ലെന്നൊക്കെ. കാണിക്കയിടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആപത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറയാണ്. ശാലിനി കാറിൽ വെച്ചും പറയുന്നുണ്ട്, കാണിക്ക ഇട്ടിട്ട് പോയാൽ പോരെ എന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ തട്ടിപ്പാണ്, തന്റെ അമ്മ തന്നെ ഒരുപാട് വഴിപാടും പ്രാർത്ഥനയും ചെയ്യുന്നുണ്ട്, അതൊക്കെ മതിയെന്ന് പറയാണ്. ശേഷം കാണിക്കുന്നത് നൂറിന്റെ മാമി ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് നസീർ അവിടേക്ക് വരുന്നുണ്ട്. നസീർ ചോദിക്കുന്നു, ആരാണെന്ന്. അമ്മ അപ്പോൾ പറയുന്നുണ്ട്, കസ്റ്റമർ കെയർ ആണെന്ന്. നസീർ ഉടനെ തന്നെ മൊബൈൽ വാങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് കാണുന്നു. അനൂപ് രജിസ്റ്റർ ഓഫീസിലേക്ക് വരാനെന്നും പറഞ്ഞ് അയച്ച മെസ്സേജ് ആണ് കാണുന്നത്. നസീർ ഉടനെ തന്നെ ബാപ്പയെ വിളിച്ചിട്ട് വെളിയിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ പോയി നോക്കുന്നുണ്ട്. നൂറിനെ അവിടെ കാണുന്നുമില്ല. നസീർ ബാപ്പയോട് പറയുന്നുണ്ട്, നൂർ ഇവിടെയില്ല, അവന്റെ കൂടെ പോയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു. നസീറിന്റെ പാപ്പ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അവൾ എവിടെയെന്ന്. അങ്ങനെ ചോദിച്ചിട്ടാണെങ്കിൽ അടിക്കുകയാണ്, നീയാണോ അവളെ സഹായിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ തന്നെ അവളെ കണ്ടുപിടിച്ചിട്ട് കൈയും കാലും ഒടിക്കേണ്ടി വന്നാൽ അങ്ങനെ ഒടിച്ചിട്ടാണേലും ഇവിടെ കൊണ്ടിടണമെന്നൊക്കെ പറയാണ്. നസീറിനോട് അമ്മ ഉപദേശിക്കുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ അവളെ വിവാഹം കഴിക്കുന്നത്, ഇഷ്ടമല്ലാത്ത വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാണ്. നസീർ അതൊന്നും കേൾക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ വാക്ക് കേട്ട് ഇറങ്ങുകയാണ്. രണ്ടുപേരും ഉടനെ തന്നെ ഇറങ്ങുന്നുണ്ട്. അതേ സമയത്ത് രജിസ്റ്റർ ഓഫീസിലേക്ക് അനൂപും നൂറും ചെന്നിട്ടുണ്ടായിരുന്നു. രജിസ്ട്രാർ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ഒപ്പിടുന്നുണ്ട്, സാക്ഷികളും ഒപ്പിടുന്നുണ്ട്. ശേഷം കൂട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങൾ മാല കൊണ്ടുവന്നിട്ടുണ്ട്, കല്യാണമാകണമെങ്കിൽ പരസ്പരം പൂമാല ഇടണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൂമാല ഇടിപ്പിക്കുകയാണ്. പെട്ടെന്ന് രജിസ്റ്ററിന്റെ PAക്ക് നസീറിന്റെ ആൾക്കാർ ഫോൺ ചെയ്യുകയാണ്. അയാൾ ഫോൺ വെച്ചതിന് ശേഷം നൂറിനോടും അനൂപിനോടും പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അവർ ഇങ്ങോട്ട് പുറപ്പെട്ടു വരുന്നുണ്ട്, അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം എന്നൊക്കെ പറയുന്നു. അനൂപിനപ്പോൾ ടെൻഷൻ ആകുന്നുണ്ട്. അനൂപ് പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞിട്ട് നൂറിന്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നാണ് കരുതിയത്, ആരും അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചതാണെന്നൊക്കെ പറയുന്നു. നൂറപ്പോൾ പറയുന്നുണ്ട്, ഇനിയും എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, പ്രശ്നമാകും, അവരെന്നെ കൊന്നുകളയുമെന്നൊക്കെ പറയാണ്. അനൂപിന്റെ കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ വാഹനം ഇവിടെ കിടക്കട്ടെ, എന്റെ വണ്ടിയിൽ കയറി പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും മാറാമെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ അനൂപിനെയും നൂറേയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. രജിസ്റ്റർ ഓഫീസിലേക്ക് നസീറും ബാപ്പയും ആൾക്കാരും എല്ലാം വരികയാണ്. നസീറിന്റെ ബാപ്പ രജിസ്ട്രാറിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നൂറെന്നും അനൂപെന്നും പറയുന്ന ആരെങ്കിലും വിവാഹം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നു. രജിസ്ട്രാർ അപ്പോൾ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, അവർ പോയെന്ന് പറയാണ്. നസീറിന്റെ ബാപ്പ അപ്പോൾ പറയുന്നുണ്ട്, രണ്ടുപേരും ഉടനെ തന്നെ കണ്ടുപിടിക്കണം, രണ്ടിനെ കൊന്നു കളഞ്ഞേക്കെന്നൊക്കെ പറയാണ്. നസീർ രണ്ടുപേരെയും കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ കൂട്ടാളികളുമായിട്ട് കയറി പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയും ശാലിനിയും കുട്ടികളെയുമാണ്. വിഷ്ണു ടെന്റ് കെട്ടുകയാണ്. കുട്ടികൾ പറയുന്നുണ്ട്, ഇതിനകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് മാത്രമേ സ്ഥലമുള്ളൂ, അച്ഛനും അമ്മയും എവിടെ കിടക്കുമെന്നൊക്കെ പറയാണ്. വിഷ്ണു പറയുന്നുണ്ട്, താൻ കളക്ടർ ആണെന്നും പറഞ്ഞ് കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യവുമില്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഴയ പോലെ അല്ലെന്നൊക്കെ പറയാണ്. വിഷ്ണു പറയുന്നുണ്ട്, മിക്കവാറും നമ്മൾ പാറപ്പുറത്ത് തന്നെ കിടക്കേണ്ടി വരുമെന്ന്, കാട്ടാനയുടെ ശല്യം മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ ഞെട്ടലോട് ചോദിക്കുകയാണ്, ഇവിടെ കാട്ടാന ഉണ്ടോ എന്നൊക്കെ. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.